തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ ഇടുക്കി യുഡിഎഫിൽ സമവായമായില്ല. ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിലാണ് തീരുമാനത്തിലെത്താൻ കഴിയാത്തത്. ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. സീറ്റ് വെച്ചുമാറുന്നതിൽ കേരള കോൺഗ്രസുമായി ചർച്ച നടക്കുകയാണ്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും സീറ്റ് വിഭജനത്തിൽ ഉടക്കി നിൽക്കുകയാണോ ഇടുക്കിയിലെ യുഡിഎഫ്? സുജിയ, ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 17 ഡിവിഷനുകളാണ് ആകെയുള്ളത്. ഈ 17 ഡിവിഷനുകളിൽ തീരുമാനമെടുക്കാൻ ഒരു 100 വട്ടം ചർച്ച നടത്തിയിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ 5ാമത്തെ തവണയാണ് തൊടുപുഴയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുഡിഎഫിന്റെ പ്രമുഖ നേതാക്കൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിലെങ്കിലും തീരുമാനമായില്ലെങ്കിൽ ഇത് ഉടക്കിപ്പിരിയാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്കും ഇടുക്കിയിലെ UDF മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട തർക്കം നിലനിൽക്കുന്നത് ലീഗിന് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ലീഗിന് സീറ്റ് നൽകാനാകില്ല എന്ന് UDF ചെയർമാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ സീറ്റ് വെച്ചു മാറണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസും ഉറച്ചു നിൽക്കുകയാണ്. അതിലും ചർച്ച നടക്കുന്നു. ഇന്ന് പുലർച്ചെ 3 മണി വരെ ഏതാണ്ട് PJ ജോസഫിന്റെ വീട്ടിൽ ഔദ്യോഗികമായി തന്നെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിലും തീരുമാനമായിട്ടില്ല. എന്താണെങ്കിലും ഇന്ന് ഇപ്പോൾ നടക്കുന്ന തൊടുപുഴയിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനമാവുകയാണെങ്കിൽ വൈകിട്ടോടുകൂടി ഔദ്യോഗികമായി തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും 2 നഗരസഭകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്കും കൂടുതൽ രാജിയിലേക്കും കടക്കാൻ തന്നെയാണ് സാധ്യത. സുജയ.